ബാക്കി പറ മാമ. ഇരുട്ടെന്ന് പറഞ്ഞ കുറ്റിരുട്ട്, ഒന്നും കാണാൻ വയ്യ, കൊടുങ്കാട്. ഞങ്ങൾ എന്നിട്ടും നടന്ന് 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 ഒരിടത്ത് നിന്ന് വഴി തെറ്റിപ്പോയി. കംപ്ലീറ്റ് വഴിയും തെറ്റിപ്പോയി. കൺഫ്യൂഷനായി എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. അതെ മാമ, നമ്മുടെ ഈ പുലിനട വീട്ടിൽ നിന്നേ എത്ര ദൂരം ഉണ്ടാവും? പുലിനട വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-25-30-35 കിലോമീറ്റർ അകലെയാ. ഏകദേശം. അപ്പൊ പിന്നെ എന്റെ കൂടെ ഉള്ളവർക്ക് ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ ഉള്ളതാ. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. മാമൻ പവർ ആണല്ലേ. അപ്പൊ അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നു. ഞാൻ പറഞ്ഞു എന്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും നടന്ന് 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 പുറത്ത് ചെന്നങ്ങ് നിന്നു. ഈ കുട്ടിക്കാട് പറഞ്ഞ വലിയ ജീവനൊന്നും കാണത്തില്ലായിരിക്കും അല്ലേ? കുറ്റിക്കാടോ കൊടുങ്കാട്, അവിടെ വന്യജീവനല്ലേ, കാട്ടുകുരങ്ങ്, കാട്ടുപാമ്പ്, കാട്ടുകീരി, കാട്ടുകോഴി, കാട്ടുപൂച്ച, എന്തിനാ പുലി വരെ ഉണ്ടെന്നാ പറയുന്നത്. ഏത് പുലി വന്നാലും എന്റെ അണ്ണൻ സൂപ്പർ അല്ലേ? അല്ല മാമ ബാക്കി പറ, മൂട് പോണ്. അപ്പൊ പിന്നെന്ന് പറഞ്ഞാല് അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ, ഇടത്തോട്ട് പോണോ വലതോട്ട് പോണോ നേരെ പോണോ എന്നൊരു കൺഫ്യൂഷൻ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നേരെ പോയി കഴിഞ്ഞാല് പിന്നെ തിരുവല്ലത്തെത്തും, ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ തമ്പാനൂർ, അല്ല പിന്നെ കാടല്ലേ, കാടി വിറ്റിപ്പോവും. കാടി വിറ്റിപ്പോന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഇടതോട്ട് കടന്നു ഒരു കണക്കൂട്ടില്. അപ്പോഴെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ കാടിന്റെ ഭംഗി ഒന്ന് കാണണ്ട മക്കളെ. മിന്നാമിന്നികള് ഇങ്ങനെ മിന്നി 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 പിന്നെ ഇങ്ങനെ കിടക്കുക. ആകാശത്താണെങ്കിൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ വാരി വെതറിയിരിക്കുക. പിന്നെ മുമ്പോട്ട് നടക്കാൻ പറ്റാതെ അവസാനം ഞാൻ പറഞ്ഞു നമുക്കിന്നിവിടെ തമ്പടിക്കാം. തമ്പടിക്കാന്ന് പറഞ്ഞാൽ നമ്മള് തമ്പടിക്കുക, അവിടെ നമുക്ക് രാത്രി കഴിയാം. അങ്ങനെ ഞങ്ങള് തമ്പടിച്ചോണ്ടിരിക്കുമ്പോഴ് രാത്രിയില് ഞാൻ നോക്കിയപ്പോ എന്തുവാ, തമ്പിനിടയിൽ കൂടെ നോക്കിയപ്പോഴ് ഇങ്ങനെ ഒരു മിനുക്കം പോലെ കാണുന്നു. ഒരു മിനുക്കം അല്ല, പുലിയുടെ കണ്ണ്, പുലിയുടെ 2 കണ്ണിങ്ങനെ മിന്നുക. പേടിച്ചു പോയ ആരെ? പുലി പേടിച്ച്. അയ്യോ അല്ലല്ലോ, അങ്ങനെ ആവാനേ വഴിയുള്ളൂ. ഇനി പോവോ അണ്ണാ? ഇനി പോകും. ഇനി കാട്ടി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോണേ അണ്ണാ. അയ്യോ, കാട്ടി കൂടെ വരാനോ? നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പേടിച്ച് ചത്തുപോകും കൊച്ചെ. അണ്ണ ഉണ്ടെങ്കിൽ എനിക്ക് എന്തോന്ന് പേടി? പരസ്പര സ്നേഹമുള്ളത് നല്ലതാ. മൂട് കളയാതെ പറ മാമ ബാബി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അഥവാ നടന്നാൽ അപ്പച്ചെ കൊണ്ടെങ്കിലും പോയി കളയല്ലേ. എന്തോന്ന് ഓർത്തു? കല്യാണ കാര്യം. ഒന്ന് പോടി, ഈ കൊച്ചിന്റെ ഒരു കാര്യം. ഞാൻ പോണ്. അല്ല, ചിന്നു പോയ സ്ഥിതിക്ക് ഇനി കഥ പറയാനൊരു മൂടില്ല, ഭയങ്കര ക്ഷീണം. ഞാനൊന്ന് പോയി കിടക്കട്ടെ. ക്ഷീണമാണെങ്കിൽ നമുക്ക് വൈകുന്നേരം പറയാം. വൈകുന്നേരം അത് മതി. അയ്യോ, മാമന്റെ കഥ കേൾക്കാൻ നല്ല രസം, നല്ല ത്രില്ലാണ്. പിന്നല്ലേ, സിനിമ കാണുപോലെ. അതെ, പക്ഷെ ത്രില്ലൊക്കെ ശരിയൊക്കെ തന്നെ. നിന്റെ അടുത്ത് കല്യാണ കാര്യം പറയാറി പറഞ്ഞേ? ഞാനൊരു സത്യം കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തെറ്റായ കൊച്ചു വായിൽ വലിയ വർത്താനം പറഞ്ഞോണ്ടല്ലോ. നീ എന്ത് ചെയ്യും?